ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷത്തില് സെബദീ പുത്രന്മാരുടെ അഭ്യർത്ഥനയാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇവിടെ സെബദീ പുത്രന്മാർ വന്നിട്ട് ഈശോയോട് പറയുകയാണ്, ഞങ്ങൾക്ക് നിന്റെ മഹത്വത്തിൽ നീ എഴുന്നള്ളുമ്പോൾ ഒരാള് വലതുവശത്തുണ്ടാകണം, ഒരാൾ ഇടതുവശത്തുണ്ടാകണം. ഈശോയോട് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു മറുപടി ഉണ്ട്. ഈശോ പറയുകയാണ്, നിങ്ങളുടെ ആഗ്രഹം കൊള്ളാം, പക്ഷെ എന്റെ പിതാവ് നൽകുന്ന പാനപാത്രം കുടിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമോ? നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്, അത് നടക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നു, ഓക്കെ, അതൊക്കെ ശരി. പക്ഷെ അതോടൊപ്പം ദൈവം നിങ്ങൾക്ക് നൽകുന്ന പാനപാത്രം കുടിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ദൈവം നിങ്ങൾക്ക് നൽകുന്ന ഒരു നിയോഗം അത് പൂർത്തിയാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. നമ്മളും ഓരോ ദിവസവും ഓരോ ആഗ്രഹവുമായിട്ട് ദൈവത്തിന് മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. ഈശോ ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മളോടും ചോദിക്കുകയാണ്, നീ ആവശ്യങ്ങൾ പറയുന്നതൊക്കെ കൊള്ളാം, പക്ഷേ ദൈവം പറയുന്നത് പോലെ ജീവിക്കാനായിട്ട് നിനക്ക് സാധിക്കും. ദൈവം നിന്റെ ജീവിതത്തിലേക്ക് വെച്ച് നീട്ടിയ ആ പാനപാത്രം കുടിച്ചു തീർക്കാനായിട്ട് നിനക്ക് സാധിക്കുന്നുണ്ടോ? അല്ലെ, നമ്മൾ ഒരുപാട് പേരുടെ ജീവിതങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. സഹനങ്ങൾക്കിടയിലും അവര് പ്രാർത്ഥിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഭയങ്കര സഹനമുണ്ട്. വീട്ടിലിപ്പോ ഭർത്താവിൻ്റെ നിന്ന് കുറെ സഹനം കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഭാര്യയുടെ നിന്ന് കുറെ സഹനങ്ങൾ കിട്ടുന്നുണ്ട്. പക്ഷെ അതിന്റെ ഇടയിലും ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. സഹനം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരല്ല, മറിച്ച് മറ്റു കാര്യങ്ങൾക്കുണ്ട്. ഒരു പക്ഷെ മക്കൾക്ക് വേണ്ടിയിട്ടായിരിക്കാം, കുടുംബത്തിന്റെ വിശദീകരണത്തിന് വേണ്ടിയിട്ടായിരിക്കാം. ദൈവം അവർക്ക് നൽകിയ പാനപാത്രം കുടിച്ചുകൊണ്ട് തന്നെ ദൈവത്തോട് ഒരു അനുഗ്രഹം ചോദിച്ചു വാങ്ങുന്ന ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു നമ്മളോടും ചോദിക്കുകയാണ്, ഞാൻ നൽകുന്ന പാനപാത്രം കുടിക്കാനായിട്ട് നിനക്ക് സാധിക്കും. നീ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാം, പക്ഷെ ഞാൻ നൽകിയ പാനപാത്രം പരാതിയില്ലാതെ കുടിച്ചു തീർക്കാനായിട്ട് നിനക്ക് സാധിക്കുന്നുണ്ടോ? സ്നേഹമുള്ളവരെ, ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിലിട്ടുകൊണ്ട് ദൈവം നമുക്ക് നൽകിയ പാനപാത്രം കുടിച്ചു തീർത്ത് ദൈവത്തോട് ചേർന്നിരിക്കാനായിട്ടുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.